ഞങ്ങളുടെ പൂർവീക പിതാക്കന്മാർ ഇന്ത്യക്കാരോ കേരളക്കാരോ ആയിരുന്നില്ല. ഷീമയിൽ നിന്ന്, അന്ത്യോക്യായിൽ നിന്ന് AD 345 72 കുടുംബം കപ്പലിൽ കുടിയേറി യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂർ നായിത്തോമാരുടെ നേതൃത്വത്തിൽ വന്നിറങ്ങിയതായ ഒരു സമൂഹമാണ് ജ്ഞാനായ സമൂഹം എന്നറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലായ്ക്കടുത്ത് കുറ്റൂർ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു അച്ഛനെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ പേര് K.A. പുന്നൂസ്. കനാനായ യാക്കോബായ ചർച്ചിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ റിട്ടയർഡായി. അതിനുശേഷം തനിക്ക് ലഭിക്കുന്ന സമയം മുഴുവനും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ നല്ല ഒരു കൺവെൻഷൻ പ്രസംഗകനാണ്. അതുപോലെ വിവിധങ്ങളായ ശുശ്രൂഷ രംഗങ്ങളിലായിരിക്കുന്നു. ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് അച്ഛനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. അച്ഛൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? അച്ഛൻ്റെ പേര്, സ്ഥലം, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഈ വിഷയങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഒഫീഷ്യൽ നെയിം K.A. പുന്നൂസ് എന്നാണ്. എന്നാൽ നാട്ടിൽ സണ്ണിയച്ചൻ എന്നാണ് നാട്ടുകാരെന്നെ വിളിക്കുന്നത്. എനിക്ക് എൻ്റെ കുടുംബം, ഒരു ഭാര്യ, 3 മക്കൾ. ഭാര്യ പ്രത്യേകമായ ജോലിയൊന്നുമില്ല, ഭവനത്തിൽ ഉള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഗൃഹകാര്യങ്ങളിൽ വ്യാപൃതയായി ജീവിക്കുന്നു. അച്ഛനൊക്കെ ഈ കനാനായ യാക്കോബായ സഭയിലാണോ ജനിച്ചു വളർത്തപ്പെട്ടത്? അത് തന്നെ, സഭയിൽ തന്നെ ജനിച്ചു. മാതാപിതാക്കളൊക്കെ? അത് തന്നെ. മാതാപിതാക്കളുടെ പേരൊന്ന് പറയാമോ, വീട്ടുപേരും? എൻ്റെ പിതാവിൻ്റെ പേര് AP എബ്രഹാം പുന്നേൽ. മാതാവ് പരേതയാണ് മേരിക്കുട്ടി എബ്രഹാം. അവരൊക്കെ നല്ല ദൈവഭക്തരാ? അത് തന്നെ, മാതാവ് നല്ല ദൈവഭക്തികളായിരുന്നു. ആ ഒരു ബന്ധത്തിലാണ് ഞാൻ ഈ ആത്മീയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം. അച്ഛൻ പഠിച്ചതൊക്കെ എവിടെയാണ്? പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ? പ്രൈമറി എൻ്റെ സ്വദേശമായിരിക്കുന്ന കുറ്റൂർ തെങ്ങേലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അത് കഴിഞ്ഞ് UP സ്കൂള് തിരുമൂലപുരം. അത് കഴിഞ്ഞ് ഹൈസ്കൂള് തിരുമൂലപുരത്ത് തന്നെയുള്ളതായ മലങ്കര കാത്തലിക്സിൻ്റെ സ്കൂളിൽ സെൻറ്റ് തോമസ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസം റാന്നി സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു. അച്ഛൻ ഈ ഇങ്ങനെ ഒരു വൈദികനാകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതിൻ്റെ കാരണം എന്താ? അതിനെന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടോ? രക്ഷിക്കപ്പെടാനും രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്കൊരു വൈദികനായി ഇനി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? വൈദികനാകാൻ ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു 21-ാമത്തെ വയസ്സിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെതായ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് 12 വർഷക്കാലം സ്വതന്ത്രമായി ആർക്കും കീഴ്പ്പെടാതെ എന്ന് പറഞ്ഞാൽ ആരുടെയും ദശാംശങ്ങളൊന്നും വാങ്ങിക്കാതെ ഒരു സേവ കർത്താവിൻ്റെ വചനവുമായിട്ട് അങ്ങ് മലബാർ മുതൽ തിരുവനന്തപുരം വരെ വിവിധ മേഖലയിൽ കൂടി കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നുണ്ടായിരുന്നു, ഒരു വൈദികനാകണമെന്ന്. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ ഒരു വൈദിക പദവിയിലേക്ക് നീ പ്രവേശിപ്പിക്കരുത്, എനിക്കതിന് താല്പര്യമില്ല. കാരണം അതിനകത്ത് കയറിയാൽ ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ ഭംഗം സംഭവിക്കും. അങ്ങനെയുള്ള ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാനൊരു സുവിശേഷകനായി തന്നെ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് 13 വർഷം ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന്, ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്കുള്ള വിളിയിൽ നിന്ന് ഞാൻ അകന്നു മാറി ഒളിച്ച് നടക്കുകയായിരുന്നു. എന്നാലും ആത്മീയ ശുശ്രൂഷ എവിടെ കർത്താവ് അയക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയി ചെയ്യുമായിരുന്നു. ചെറുപ്പം മുതലേ ആത്മീയ ശുശ്രൂഷകളോട് താല്പര്യമുണ്ട്, പക്ഷേ ഒരു പൂർണ്ണസമയം ഒരു വൈദികനാകാൻ താല്പര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം വരാനുള്ള കാരണം? ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, 13-12 വർഷക്കാലം ദൈവത്തിൻ്റെ പ്രേരണ ഉള്ളിൽ കടന്നു വന്നു. അവസാന കാലഘട്ടം വന്നപ്പോൾ പല വിധത്തിലും ദൈവം എന്നെ ഈ ശൗലിൻ്റെ ജീവിതത്തിൽ അവനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കിയതുപോലെ പല നഷ്ടങ്ങളും കഷ്ടങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിന്മേൽ കടന്നു വന്നു. ശൗലിന് അവൻ്റെ പിതാവിന് നഷ്ടം
തേടി കടന്നു പോയതാണ്. ആ നഷ്ടമാണ് അവനെ ഒരു അഭിഷേക ശുശ്രൂഷയിലേക്ക് ദൈവം അവനെ കൊണ്ടെത്തിച്ചത്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ചില പ്രവർത്തനങ്ങളിൽ പല നഷ്ടങ്ങളും ചില ക്ലേശങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. അതൊക്കെ നീങ്ങിപ്പോകാൻ അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും നീങ്ങിപ്പോയില്ല. സന്തോഷത്തോടെ അവ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുമ്പോൾ ഒരിക്കൽ ഒരു ദൈവദാസനുമായി സംസാരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വെച്ചാൽ സണ്ണി ഒരു അച്ഛനാകണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് അതിനുവേണ്ടി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റു പല ദൈവദാസന്മാരും ആ വർഷങ്ങൾക്ക് മുൻപ് എന്നെ ആ ഒരു വിളിയിലേക്ക് വിളിക്കുമായിരുന്നു. അപ്പോഴെല്ലാവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ പോലും കടന്നു വരത്തില്ല, നിങ്ങളുടെ ആഗ്രഹം സഫലമാകുകയില്ല എന്ന് പറഞ്ഞ് ഒളിച്ച് നടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദൈവദാസൻ ശക്തമായിട്ട് പറഞ്ഞു, ഈ നഷ്ടങ്ങൾ ദൈവം നിനക്ക് വരുത്തിയിരിക്കുന്നത് നിൻ്റെ അഭിഷിക്ത ശുശ്രൂഷയിൽ പ്രവേശിക്കുവാനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിനിൽ പിന്നീട് പ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ നിൻ്റെ ഹിതമാണെങ്കിൽ ലോകത്തിൽ സാധിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് അങ്ങനെയൊക്കെ ഒരു ചാനലിൽ കൂടി എനിക്ക് സാധിച്ചു തരികയാണെങ്കിൽ നിൻ്റെ ഹിതമാണെന്ന് ഒന്നോട് എനിക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ അതുപോലെ തന്നെ അസാധ്യമായ ഇടങ്ങളിൽ ദൈവം പ്രവർത്തിച്ച് അങ്ങനെയുള്ള വിളികൾ മുൻപിൽ കടന്നു വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സന്ദർശനമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമേ നിൻ്റെ ഹിതമതാണെങ്കിൽ എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ എത്ര വർഷം അച്ഛൻ ഈ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്തു? 35 വർഷക്കാലം വൈദികനായിട്ട് ഇന്ന് ഈ ആയിരിക്കുക. ഈ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അച്ഛൻ്റെ ശുശ്രൂഷ, ഈ വൈദിക ശുശ്രൂഷ ഏതൊക്കെ ഇടവകളിലായിരുന്നു? വൈദിക ശുശ്രൂഷകൾ റാന്നിയിൽ 3-4 ഇടവകളുണ്ടായിരുന്നു. പിന്നെ പുനലൂർ 2 ടേൺ കടന്നുപോയി. പിന്നീട് ഈ കലിശ്ശേരിയുടെ പ്രാന്തപ്രദേശത്തും പിന്നെ കോട്ടയം ജില്ലയിൽ മാമ്പഴക്കേരി എന്ന് പറയുന്നതായ സ്ഥലത്തും പിന്നെ ആലപ്പുഴ ജില്ലയിൽ ആനപ്പറമ്പ പാവുക്കര എന്ന് പറയുന്ന സ്ഥലങ്ങളിലും പിന്നെ ഈ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു കലിശ്ശേരി സെൻട്രൽ മേഖല എന്ന് പറയപ്പെടുന്നൊരു മേഖലയാണ്. ആ മേഖലയിലെ പല പള്ളികളിലും മാറി മാറി ഏതാണ്ട് 10-25 ഇടവകളിൽ ശുശ്രൂഷിക്കുവാൻ തക്ക ദൈവമടിയാക്കി. അച്ഛൻ ഈ കനാനായ യാക്കോബ സഭയുമായി ബന്ധപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. ഈ കനാനായ യാക്കോബായ സഭയെക്കുറിച്ച് ഒന്ന് പറയാമോ? അതിൻ്റെ ഹെഡ് ഓഫീസ്, അതിൻ്റെ നേതൃത്വം ആരാണ്, ആ സഭയുടെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ ഉപദേശ സത്യങ്ങൾ എന്താണ്, എത്ര വൈദികരുണ്ട്, അതുപോലെ വിശ്വാസ സമൂഹം ഉണ്ട്, ഈ വിഷയത്തെക്കുറിച്ച് അതായത് പൊതുവെ കേൾക്കുന്നവർക്ക് ഈ കനാനായ യാക്കോബായ സഭയെക്കുറിച്ചൊക്കെ ഒരു അറിവ് ലഭിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ പൂർവീയ പിതാക്കന്മാർ ഇന്ത്യക്കാരോ കേരളക്കാരോ ആയിരുന്നില്ല. ഷീമയിൽ നിന്ന് അന്ത്യോക്യായിൽ നിന്ന് AD 345 72 കുടുംബം കപ്പലിൽ കുടിയേറി യാത്ര ചെയ്ത് കൊടുങ്ങല്ലൂർ നായിത്തോമാരുടെ നേതൃത്വത്തിൽ വന്നിറങ്ങിയതായ ഒരു സമൂഹമാണ് ജ്ഞാനായ സമൂഹം എന്നറിയപ്പെടുന്നത്. 1910 അതിനൊരു ഭദ്രാസനമായിട്ട് അതിനെ ക്രമീകരിച്ചു. ആദ്യത്തെ മെത്രാപ്പൊലിത്ത ഗിഗോറിയോസ് മെത്രാപ്പൊലിത്തയായിരുന്നു. അദ്ദേഹം കാലം ചെയ്തു. പിന്നെ ഒരു ദിയസ്കോറസ് മെത്രാപ്പൊലിത്ത കടന്നു വന്നു. അതിനുശേഷം ക്ലീമിസ് മെത്രാപ്പൊലിത്ത എബ്രഹാം ക്ലീമിസ് മെത്രാപ്പൊലിത്ത 52 വർഷക്കാലം ഈ സഭയെ ഭരിച്ചു. ഇന്ന് കുര്യാക്കോസ് സേവോറിയസ് മെത്രാപ്പൊലിത്തയാണ് ഇന്ന് ഇതിൻ്റെ അധിപനായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 3 സഹായ മെത്രാപ്പൊലിത്തമാരും ഉണ്ട്. ഒന്ന് കലിശ്ശേരി മേഖല, മറ്റൊന്ന് റാന്നി മേഖല, മറ്റൊന്ന് യൂറോപ്പ്, കാനഡ, USA തുടങ്ങിയ മേഖലകളിൽ. ഈ വിധത്തിലാണ് ഈ സഭയുടെ ഇന്നത്തെ ആത്മീയ ക്രമീകരണങ്ങൾ. ഞങ്ങളുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ചിങ്ങവനം ദേശത്താണ്. അത് മാർ എഫ്രൈം സെമിനാരി എന്നറിയപ്പെടുന്നതായ ഒരു അരമനയുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടർ. അവിടെ ഇന്ന് ഞങ്ങളൊരു 4 മെത്രാച്ചന്മാരും ഏതാണ്ട് 10-80 മെത്രാച്ചന്മാർ സ്വദേശത്തും വിദേശത്തുമായിട്ട് 100ൻ്റെ മുകളിലുണ്ട്. എന്നാൽ അത് കറക്റ്റ് കണക്കല്ല. 80നും 100നും ഇടയ്ക്കുള്ളതായ വൈദിക ശ്രേഷ്ഠർ വിദേശങ്ങളിലും സ്വദേശങ്ങളിലുമായിട്ട് പ്രവർത്തിക്കുന്നു. കാനഡയിൽ, അമേരിക്കയിൽ, UK, യൂറോപ്പ്, നദ്യാദി, പിന്നെ ഗൾഫ് മേഖലകളിൽ ഒക്കെയുള്ള ചർച്ചുകളുണ്ട്. അതുപോലെ കേരളത്തിലും എറണാകുളം, രാമംഗലം, പിന്നെ കോട്ടയം ഭാഗങ്ങളിൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, കലിശ്ശേരിയുടെ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ, റാന്നിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒക്കെയുണ്ട്. അത് പിന്നെ കേരളത്തിന് പുറത്തും ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി എന്നുള്ളതായ ഇടങ്ങളിലൊക്കെ, മദ്രാസ് ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ ഇന്ന് ആത്മീയമായ കോൺഗ്രിഗേഷനായിട്ട് മുൻപോട്ട് കടന്നു പോകുന്നു. അപ്പോൾ ഈ കനാനായ യാക്കോബായ സഭയും കനാനായ കത്തോലിക്ക സഭയും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? അത് 2 സഭാവിഭാഗങ്ങളാണ് അല്ലേ?
രണ്ട് സ്വഭാവവിഭാഗങ്ങളാണ്. എന്നാൽ ഞങ്ങൾ ഒരു ഒരമ്മയുടെ മക്കൾ തന്നെയാണ്, സഹോദരങ്ങൾ അവർ. പിന്നെ അത് കത്തോലിക്ക വിശ്വാസവും ഞങ്ങൾ യാക്കോബായ വിശ്വാസവും. അപ്പം ഈ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് ഏത് ഭാഗങ്ങളിലാണ് ഈ കനാനായ യാക്കോബായ സഭയ്ക്ക്? കൂടുതലുള്ളത് റാന്നി, കോട്ടയം, ചിങ്ങവനം, അല്ല കലിശ്ശേരി. കോട്ടയത്തിൻ്റെ കീഴിലാണ് ചിങ്ങവനം. അപ്പം കോട്ടയം, റാന്നി, കലിശ്ശേരി മേഖലകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഉള്ളത്. അതായത് അച്ഛൻ്റെയൊക്കെ ഒരു പൂർവികർ എന്ന് പറയുന്നത് പിന്നെ മറ്റു സ്ഥലത്തു നിന്ന്, അതായത് സിറിയയിൽ നിന്ന് വന്നിട്ടുള്ള കനായ് തോമൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ഇത്രയും നാളത്തെ ഈ പ്രവർത്തനം കൊണ്ട് ദൈവം അച്ഛന് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് പറയത്തക്ക സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. അതിൽ 1-2 സന്ദർഭങ്ങളൊന്ന് പറയാമോ? ജീവിതത്തിലും അല്ലെങ്കിൽ ഇടവകമായിട്ടുള്ള ഭരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് ശുശ്രൂഷ രംഗങ്ങളിലും ദൈവം അത്ഭുതകരമായി എന്നെ വഴി നടത്തിയെന്ന് പറയാൻ പറ്റുന്ന 1-2 സന്ദർഭങ്ങൾ. ഇടവകൾ ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും ഭരണസംബന്ധമാകുന്നതായ മേഖലകളിൽ പ്രതിസന്ധികൾ പലപ്പോഴും മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. അതൊരിക്കൽ പോലും നമ്മൾ അവിടെ ഉറച്ചു നിൽക്കുകയില്ല എന്ന് കാണിക്കുന്നതായ വിധത്തിലുള്ള പ്രതിസന്ധികൾ, തിരമാലകൾ പോലെ ജീവിതത്തിൽ ആഞ്ഞടിച്ച സന്ദർഭങ്ങളൊക്കെ ദൈവസ്ഥാനിൽ പ്രത്യേകമായി ആ കാര്യങ്ങളൊക്കെ ആരുടെയും മധ്യസ്ഥതയില്ലാതെ, ആരോടും റെക്കമെൻഡ് ചെയ്യാതെ, ആരുടെയും ലോകത്തിന് മുമ്പിൽ ഭാരം ഷെയർ ചെയ്യാതെ എൻ്റെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനകളിൽ ദൈവസ്ഥാനിൽ ആ വിഷയം ഷെയർ ചെയ്യുന്നതായ സന്ദർഭങ്ങളൊക്കെ വ്യക്തമായി ദൈവം ഹൃദ്യമായി സംസാരിച്ചുകൊണ്ട്, മകനെ നീ ഭയപ്പെടേണ്ട, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തിരമാലകളെ തകർത്ത് കളയുവാൻ ഞാൻ ശക്തനാണ്, നീ ഒരു ശത്രുവും നിൻ്റെ നേരെ അടുക്കുകയില്ല എന്നുള്ളതായ ഹൃദ്യമായ ദൈവത്തിൻ്റെ ആലോചന എൻ്റെ ജീവിതത്തിന്മേൽ പലപ്പോഴും നേരിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും സന്തോഷകരമായി ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി ചെയ്ത് 3 വർഷക്കാലമാണ് ഞങ്ങളുടെ ഇടവകയിലെ ടേമെന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കുകയില്ല എന്ന് പലരും ശടിച്ച് മെത്രാപ്പൊലീത്തമാരുടെ അടുക്കലൊക്കെ കടന്നു ചെന്ന് പരാതിപ്പെട്ടിട്ടും സ്വർഗത്തിലെ ദൈവം അവിടേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് 3 വർഷത്തിന് പകരം എൻ്റെ അവസാന കാലഘട്ടങ്ങൾ 3 വർഷം 7 മാസം കൂടെ പിന്നെ അവിടെ ശുശ്രൂഷിക്കുവാനുള്ളതായ ദൈവകൃപ എൻ്റെ ജീവിതത്തിന്മേൽ നൽകാൻ തന്നത് വളരെ സന്തോഷത്തോടെ വ്യക്തമായി ഇന്നും എൻ്റെ ജീവിതാനുഭവത്തിൽ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ഓർക്കുന്നു. അച്ഛന് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെയാണ്? അതായത് ചിലർക്ക് പ്രവചനപരമാണ്, ചിലവർക്ക് ശുശ്രൂഷിക്കാനുള്ളതാണ്, ചിലർക്ക് വചനം പ്രസംഗിക്കാനുള്ളതാണ്, ചിലവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ളതാണ്, ചിലർക്ക് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ എന്താണ് അച്ഛന് ദൈവം തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ടാലൻറ്റ് എന്ന് പറയുന്നത്? ഈ പറയുന്നതായ ബന്ധത്തിൽ പ്രത്യേകമായൊരു താലന്ത് എന്ന് പറയത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ ദൈവം എന്നെ വിളിച്ച വിളിക്കനുസരിച്ച് അനുയോജ്യമായി ദൈവഹിത ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭവന സന്ദർശനങ്ങൾ നടത്തുന്നു, ഭവനങ്ങൾ കൂട്ടായ്മ നടത്തുന്നു, ഇടവാതലങ്ങളിൽ ഏൽപ്പിച്ചതായ ഘട്ടങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിനോട് ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവരുടെ അടുക്കൽ കടന്നു ചെല്ലുകയും പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ കൊടുക്കേണ്ടടുത്ത് കൈത്താങ്ങൽ കൊടുക്കുകയും, അതുപോലെ മിഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ നമുക്ക് സ്വന്തമായി പോയി പ്രവർത്തിക്കാൻ എന്തൊക്കെ കഴിയുമോ അവരെ അങ്ങനെയുള്ള മിഷണറിമാർ നമുക്ക് ഫീൽഡ് തുറന്നു തരുന്നതായ ഇടങ്ങൾ കടന്നു ചെന്ന് അവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കാനും അവിടുത്തെ ആരാധനയിൽ സംബന്ധിക്കുവാനും, പലരെയും ആത്മീയമായ തലങ്ങളിൽ ജാതികളുടെ നടുവിൽ നിന്ന് കടന്നു വന്നവരെ സ്നാനപ്പെടുത്തുവാനും അവരോട് ചേർന്ന് ആത്മാവിൽ സന്തോഷിക്കുവാനും ഇടങ്ങളിലൊക്കെ കടന്നു ചെന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും ഒക്കെ കഴിയുന്നതായ ഒരു ക്രമപ്രവർത്തനവും എൻ്റെ മുൻപിലുണ്ട്. ഇന്നും ആ ഒരു തലത്തിലാണ് എൻ്റെ ജീവിതത്തെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് തലങ്ങളിൽ ഓടിയെത്താൻ കഴിയുമോ ആ തലങ്ങളൊക്കെ കടന്നു ചെന്ന് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതായ ഏത് ശുശ്രൂഷയും മടി കൂടാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നുള്ള ബോധ്യത്തോടുകൂടി ചെയ്യുന്നതായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിന്മേലുണ്ട്. വ്യക്തിപരമായി ഇന്ന താലന്ത് ദൈവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയത്തക്കവണ്ണം എൻ്റെ ചിന്തയിൽ എനിക്ക് പറയത്തക്കവണ്ണമില്ല. ഏത് ദൈവം ഏൽപ്പിച്ചാലും അതാത് വിശ്വസ്തയോടെ ചെയ്തോളാം എന്നുള്ള സമർപ്പണത്തോടു കൂടിയാണ് എൻ്റെ ജീവിതത്തെ ഇന്നും മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അച്ഛൻ ഇപ്പോൾ പറഞ്ഞല്ലോ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുന്നവർക്ക് സ്നാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ കനാനായ ചർച്ചകളിലൊക്കെ ജാതീയ പശ്ചാത്തലത്തിലുള്ള ആളുകളൊക്കെ ഈ സഭയിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഈ കനാനായ സഭയിലേക്ക് ജാതികളെ എടുക്കുന്ന ക്രമീകരണമില്ല. ഞങ്ങൾക്ക് മിഷൻ ചർച്ച എന്നും പറഞ്ഞൊരു ചർച്ച ഉണ്ട്.
അവിടെ പ്രത്യേകമായ അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്നതായ ആരാധനകളും ശുശ്രൂഷകളും ഉണ്ട്. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയാണ് അവരെ നിർത്തുന്നത്. ഞാൻ ജാതികളിൽ നിന്നും ഇവിടുന്ന് ഇപ്പോൾ ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞത് മിഷൻ ഫീൽഡിലൊക്കെ പോകുമ്പോൾ അവിടെ ലഭിക്കപ്പെടുന്നതായ ആ ശുശ്രൂഷകൻ മിഷണറിമാരുടെ പ്രവർത്തന മുഖാന്തരമായി ലഭിക്കപ്പെട്ടവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും അവർക്ക് സ്നാനത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ നയിച്ച് ആ സ്ഥലത്തെ മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ കനാനായ സഭയ്ക്കൊക്കെ ഈ പുറത്തുനിന്നുള്ള ആളുകൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നില്ല. ഈ നിങ്ങളുടെ ഈ ജനറേഷൻ ഗ്രോത്ത് മാത്രമാണോ ഈ സഭയ്ക്കുള്ളത്? അതെ അതെ അതെ, ജനറേഷൻ ഗ്രോത്ത് അത് മാത്രമേ ഉള്ളൂ. അല്ലെ, അങ്ങനെ വരുമ്പോൾ ഈ മറ്റുള്ള ജാതികളോട് സുവിശേഷം പങ്കുവെക്കണം എന്നുള്ള ഒരു തീരുമാനം സഭയ്ക്കുണ്ടോ? സഭയ്ക്ക് ദർശനത്തിലുണ്ട്, പക്ഷെ സഭ പ്രവർത്തിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയാണ് സിറിയയിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് അന്ന് കുടിയേറി പാർത്തത്. AD 52 തോമാസ് ലീഹ വന്ന് പ്രവർത്തിച്ച് ക്രമീകരിച്ച് കൊണ്ടുവന്നതായ വിശ്വാസങ്ങളുടെ കാലങ്ങൾ നിന്നുപോയി. അത് മുൻപോട്ട് വളരുന്നില്ല. അത് ഗ്നായിത്തോമ മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാടും പ്രകാരം ആ പ്രവർത്തനരഹിതമായി കിടക്കുന്നതായ ശക്തികളെ ഉദ്ധരിച്ച് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ അന്നത്തെ കാലത്തെ സിറിയയിൽ നിന്ന് മലങ്കരയിലേക്കുള്ള കുടിയേറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ വ്യാപരിപ്പിക്കുന്നതിന് വേണ്ടി, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ ആത്മീയമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളതായ ഒരു കുടിയേറ്റമായിരുന്നു അത്. എന്നാൽ ഇന്ന് ആ ദർശനം എല്ലാ സഭകളിലും ദർശനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഭകളിലും അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ആയിരിക്കുന്ന ചർച്ചുകളെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള നോട്ടത്തിലാണ് സഭ ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ നവജീവോദയവുമായി ബന്ധപ്പെട്ടാണ് ആത്മീയ ശുശ്രൂഷയുടെ മേഖലകളിൽ കടന്നു വരുവാൻ തക്ക ഇടയായത്. അവിടുത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഓൾ വൺ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള മോട്ടോയാണ് ആ മിഷൻ നവജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആത്മീയ ലക്ഷ്യം. അതിൻ്റെ വിത്തുകളാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വീണത്. അച്ഛനിപ്പോൾ ഈ റിട്ടയർഡായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും ശക്തമായ രീതിയിൽ സുവിശേഷ പ്രവർത്തനമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ തലങ്ങളിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്? ഏത് തലത്തിൽ കിട്ടിയാലും പോയി പ്രവർത്തിക്കാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ടിരിക്കുക. ഇന്ന തലമൊന്നുമില്ല. കർത്താവിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് റോഡിൽ നിന്ന് പ്രസംഗിക്കേണ്ടി വന്നാലും ദൈവം എവിടെ അയച്ചാലും ദൈവം പറയുന്നത് ചെയ്യാനും, അയക്കുന്നിടത്ത് പോകാനും, പറയാനും, പ്രവർത്തിപ്പാനുള്ളതായ സമർപ്പണമാണ് എൻ്റെ ജീവിതത്തിന്മേലുള്ളത്. എന്നാൽ ഇപ്പോൾ കോവിഡിൻ്റെ ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്ന വാസ്തവമായി ആത്മീയ ശുശ്രൂഷകളൊക്കെ നിൽക്കുന്നൊരു കാലഘട്ടം. ആർക്കും ഒരു കൂട്ടായ്മയ്ക്ക് വരാൻ താല്പര്യമില്ല. ദൈവസന്നിധിയിൽ നിവസിക്കാൻ ക്രമീകരണമില്ല. എല്ലാവരും TV ചാനലിൽ ആത്മീയ ശുശ്രൂഷകൾ ആരോട് ചോദിച്ചാലും TV ഞങ്ങൾ കാണുന്നുണ്ട്, അവിടെ നല്ല മെസ്സേജുകളുണ്ട് എന്ന് പറഞ്ഞ് ജനം ആ കോവിഡ് കാലഘട്ടങ്ങളിൽ TV അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമത്തിലേക്ക് ജനത്തിന് ശ്രദ്ധ തിരിഞ്ഞതുകൊണ്ട് അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് മുമ്പിലുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തന ഫീൽഡുകൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആത്മീയ നിലവാരം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ, വിദ്യാർത്ഥികളായിട്ടുള്ളവരൊക്കെ ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മുടെ ചർച്ചകളിലൊക്കെ ആളുകളില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇപ്പം ആളുകളെല്ലാം പണത്തിൻ്റെ പിന്നാലെയാണ്. എല്ലാ സഭയും, ഇന്ന സഭയെന്നുള്ളതല്ല, കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭകൾ വരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ തലമുറകളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുടിയേറ്റം കൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തെ എത്രമാത്രം അത് ബാധിക്കും? അതുമാത്രമല്ല, ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മുടെ ഈ സഭകളിലെല്ലാം അംഗസംഖ്യ കുറയുന്നു, ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ല. പുതുതായിട്ട് വൈദികനാകാനോ അല്ലെങ്കിൽ സുവിശേഷകനാകാനൊന്നും ആളുകൾ വരാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ ഒരു സാഹചര്യത്തെ അച്ഛൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതിനിപ്പം നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും അത് നമുക്കൊരു മടങ്ങിവരവിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. ഇന്നത്തെ യുവജനങ്ങളെല്ലാം നാട്ടിൽ നിന്ന് രക്ഷയില്ല, വിദേശങ്ങളിൽ പോയാൽ രക്ഷയുള്ളൂ എന്നൊരു കാഴ്ചപ്പാടോടുകൂടി എങ്ങനെയെങ്കിലും അവരെ ആ മേഖലകളിൽ എത്തിച്ചേരുക. അവിടെ ഞാൻ UK 3 വർഷക്കാലം യൂറോപ്യൻ കൺട്രികൾ പലയിടങ്ങളിൽ കടന്നുപോയി. ആ ഒരു അവിടുത്തെ ആത്മീയ അന്തരീക്ഷം പണ്ട് സുവിശേഷ മേഖലകളിൽ ഏറ്റവും മുമ്പിൽ നിന്ന സ്ഥലമാണ് ബ്രിട്ടീഷ് രാജ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അവിടെ സുവിശേഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദേവാലയങ്ങൾ തകർന്നു കിടക്കുന്നു. ദേവാലയങ്ങൾ ഇന്ന് മദ്യഷാപ്പുകളായിട്ട് മാറിയിരിക്കുന്നു.
അവിടുത്തെ ദേവാലയങ്ങൾ കടന്നു ചെന്നാൽ പ്രായമുള്ളവരല്ലാതെ വേറെ ആരുമില്ല. അപ്പം അങ്ങനെയുള്ള ഈ യുവജനങ്ങളുടെ നടുവിലേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ കുടിയേറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കൾച്ചർ കണ്ട് മുൻപോട്ട് പോകുന്നതായ ക്രമീകരണമാണ്. പോകുന്ന ജനങ്ങളൊന്നും ആത്മീയത്തിലേക്ക് കടന്നു വരത്തില്ല. അവിടെ വിദ്യാഭ്യാസമായാലും ജോലി മണ്ഡലങ്ങളായാലും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രമാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ യുവജനങ്ങളുടെ നടുവിലെ ആത്മീയമാകുന്ന ദർശനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നാട്ടിലും പറഞ്ഞാൽ യുവജനങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ കൂടിയും മറ്റ് പകല ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമയായിട്ടും മുൻപോട്ട് ജീവിക്കുന്നതുകൊണ്ട് അവരും ദേവാലയങ്ങളിൽ ഇന്ന് കടന്നു പോകാത്തതായ സാഹചര്യമാണ്. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ദൈവത്തിൻ്റെ വചനം നിറവേറുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ എത്ര പിടിച്ചാലും ഇന്ന് വരാൻ കഴിയത്തില്ല. ഇന്നത്തെ ഈ ആത്മീയ കോളത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. സാത്താൻ ജയിച്ചിരിക്കുക. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി മുമ്പിൽ കൊണ്ടുവന്നിട്ട് ദൈവ തേജസ് മനുഷ്യൻ്റെ നടുവിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവനെ ലൗകികത്തിലേക്ക് കൊണ്ടുപോയി സാത്താൻ്റെ അടിമയാക്കി അവൻ തീർത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സുവിശേഷത്താകുന്ന എല്ലാ വാതിലുകളും അടഞ്ഞ് മുൻപോട്ട് പോയിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഓർപ്പിക്കാനുള്ള, ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്ത് പ്രാപിച്ചെടുത്ത് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ വലിയവരായ ദൈവത്തോട് ചേർന്ന് രാപകൽ ആരാധിക്കുന്ന ഭക്തന്മാരുടെ ഗണത്തിലായിത്തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സ്വയം ഒരുക്കി വിശുദ്ധീകരിച്ച് മുൻപോട്ട് ജീവിക്കേണ്ടിയ ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ ഈ കാലഘട്ടത്തെ ഇന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത്. ഓക്കെ, അച്ഛൻ്റെ ഒരു ആത്മീയ ജീവിതം പരിശോധിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു ആത്മീയ ഒരു ദിവസത്തെ ഒരു പ്രവർത്തനം, അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, ഇത്ര സമയം പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അത് മറ്റുള്ളവരുടെ ഒരു പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഒരു വൈദികൻ്റെ ജീവിത രീതി എന്തായിരിക്കണം എന്നാണ് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു വൈദികൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ്. ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി സമർപ്പിച്ച് ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിച്ച് ശുശ്രൂഷിക്കേണ്ടതായ ഒരു വലിയ ശുശ്രൂഷയാണ് വൈദിക ശുശ്രൂഷ എന്നുള്ളത് എൻ്റെ പ്രവർത്തന മുഖാന്തരമായി ഇനി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആ തലങ്ങളിലേക്കല്ല വൈദികർ കടന്നു വരുന്നത്. ഇത് മുമ്പ് പ്രിയപ്പെട്ട സഹോദരൻ ഓർപ്പിച്ചതുപോലെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ തക്കവണ്ണം ആളുകൾ ഇന്ന് കടന്നു വരുന്നില്ല. കടന്നു വരുന്നവർ ഇത് ഭൗതിക നന്മയ്ക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സ്വന്തം ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കപ്പെടുന്നതായ ഒരു പ്രവർത്തന മേഖലയായിട്ട് ഇന്നത്തെ വൈദിക ശുശ്രൂഷ മാറിയിരിക്കുന്നു. അതല്ല വൈദിക ശുശ്രൂഷ. യഥാർത്ഥമായ ദൈവത്തിൻ്റെ വിളി എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി എങ്ങനെ എരിഞ്ഞണയാൻ കഴിയുമോ ആ വിധത്തിൽ എരിഞ്ഞ് അണയത്തക്കവണ്ണമുള്ള ഒരു ശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ് ഒരു വൈദിക ശുശ്രൂഷ യഥാർത്ഥമായി ഫലവത്തായി മാറുന്നത്. ഇന്ന് വൈദിക ശുശ്രൂഷ മാത്രമല്ല, വൈദികർക്ക് മുകളിലുള്ളതായ മെത്രാപ്പൊലിത്തമാർ ശുശ്രൂഷകൾ പോലും ഭരണത്തിന് വേണ്ടിയുള്ളതായ വടംവലിയായിട്ട് മാറിയിരിക്കുക. അവിടെയും ആത്മാക്കളുടെ ദാഹത്തിന് വേണ്ടിയോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയോ ദൈവത്തിൻ്റെ വിളി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കപ്പെടുന്നതായ പ്രവർത്തനത്തിലോ ഇന്നത്തെ മേൽപ്പട്ടക്കാർ പോലും കടന്നു വരുന്നതിലെല്ലാം ജഡീകമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നതുകൊണ്ട് എല്ലാ വിധത്തിലും ഒരു ആത്മീയ ചൂതി ഇന്ന് ഈ ഒരു സഭകളിൽ മാത്രമല്ല, പെന്തിക്കോസ് മുതൽ ഇങ്ങോട്ട് ഏതെല്ലാം സഭകൾ എന്ന് പറയുന്ന കേരളത്തിലുണ്ടോ എല്ലാ സഭകളിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈദികൻ്റെ ഒരു സുവിശേഷകൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? പ്രാർത്ഥനയാണ് സുവിശേഷകൻ്റെ ഏറ്റവും വലിയ നാഡി. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ദീപം പ്രകാശിക്കത്തില്ല. ഒരു വിളക്കാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിളക്കാണ്. ഈ വിളക്കിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന എണ്ണയെ പ്രാർത്ഥനയിൽ കൂടി സംഭരിച്ച് നിറച്ചുകൊണ്ട് വചനമാകുന്ന കത്തൽ ആ ദീപത്തിൽ ആ വിളക്കിൽ കത്തി ലോകത്തിൻ്റെ പ്രകാശം കൊടുത്ത് ഇരുട്ടിനെ മാറ്റുക എന്നുള്ളതാണ് ഒരു സുവിശേഷകൻ്റെ ദൗത്യം. അത് പുരോഗതിയുടെ ദൗത്യം ഇത് തന്നെയാണ്. എന്നാൽ ഇന്ന് അതിന് പ്രാപിക്കണമെങ്കിൽ നല്ലപോലെ ശക്തമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞ് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, പൗലോസ് പറഞ്ഞ് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. അങ്ങനെ കർത്താവ് പ്രാർത്ഥനയുടെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തമാകുന്ന ബന്ധം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ, പ്രാർത്ഥനയിൽ കൂടി മുൻപോട്ട് മുന്നേറുന്നതായ അനുഭവം ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ശുശ്രൂഷ വിജയകരമായി അന്ധകാരത്തെ മാറ്റുവാൻ തക്കവണ്ണം ഈ വിളക്ക് ശക്തമായി പ്രകാശിക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വെളിച്ചം കട്ടിൽ കീഴിലല്ല
പറയിൻ കീഴിലുമല്ല, മറിച്ച് പ്രകാശിക്കാൻ തണ്ടിന്മേൽ വെക്കണം. തണ്ടിന്മേൽ ഈ വിളക്കിനെ വെച്ചുകൊണ്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് എന്നും കത്തുന്നതായ ഒരു വിളക്കായി തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞെങ്കിൽ മാത്രമേ ആത്മീയമായ ശുശ്രൂഷകനായാലും മറ്റേത് ആത്മീയ പ്രവർത്തകനായാലും ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു വ്യക്തിയുടെ ജീവിതത്തിന് കഴിയത്തുള്ളതുകൊണ്ട് പ്രാർത്ഥന ശക്തമാണ്. ഏലിയാ പ്രകാരം പ്രാർത്ഥിച്ചു. അതുപോലെ ദൈവസ്ഥാനത്തിൽ നാം നല്ലതുപോലെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ മുൻപിലും അത്ഭുതം നടക്കും. ശുശ്രൂഷകൾ വ്യാപരിക്കും, ആത്മാക്കൾ ആദായപ്പെടും, ജീവിതങ്ങളെ ദൈവത്വങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. ശക്തമായ ഉണർവ് ദേശത്തിൻ്റെ മേൽ വ്യാപരിപ്പിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പ്രാർത്ഥിക്കുക. എത്ര നാൾ പ്രാർത്ഥിച്ചാലും പക്ഷെങ്കിൽ പ്രവർത്തന സമയം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. ദൈവം പ്രവർത്തിക്കുന്നവരെയും കൂടെ അനുഭവം ഓർപ്പിച്ചത് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ശേഷം 18 വാക്യം പഠിപ്പിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിക്കും. ആ വിധവ ആ ന്യായാധിപതികൾ കടന്നു ചെന്ന് മുട്ടുകൂടെ മടുത്തു പോകാതെ തൻ്റെ ആവശ്യം ഉണർത്തിച്ചപ്പോൾ അവിടെ മുമ്പിൽ പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ പ്രവർത്തിപ്പാൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. അച്ഛന് ഈ വിശ്വാസ സമൂഹത്തോട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ത് സന്ദേശമാണ് അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് കൊടുക്കാനായിട്ടുള്ളത്? ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകം ജനിച്ചു, മനുഷ്യൻ വളർന്നവന് വേണ്ടി, അവൻ്റെ സ്വന്തത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പലതും വെട്ടിപ്പിടിക്കുവാനുള്ളതായ വ്യഗ്രതയിലാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ എന്തെല്ലാം നേടിയാലും നിൻ്റെ ആത്മാവിനെ നേടുന്നില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. നാം നേടുന്നതൊക്കെയും കുഴിമാടം വരെയുള്ളൂ. എന്നാൽ ഇതിനപ്പുറത്ത് നമുക്ക് നിത്യതയുണ്ട്. ആ നിത്യതയിൽ ചെന്നെത്തുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം നമ്മളെ ഈ ഭൂമിയുടെ പരപ്പിൽ എന്തെല്ലാം നേടി എന്നുള്ളത്, ലൗകികമായി നേടി എന്നുള്ളതല്ല കർത്താവ് നമ്മോട് ന്യായവിധിയിൽ ചോദിക്കുന്നത്. ഞാൻ നിന്നെ ഏൽപ്പിച്ചതായ ജീവിതം നീ എനിക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി എന്ത് നേടി എന്നുള്ളതായ ചോദ്യമാണ് ന്യായവിധിയുടെ ദിവസം നമ്മൾ ചോദിക്കുന്നത് എന്ന് കർത്താവ് നമ്മൾ തിരുവനന്തപുരത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവന് ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തിന് ന്യായാസനത്തിൽ മുമ്പിൽ നിൽക്കേണ്ടവരാകുന്നു എന്നുള്ളതായ ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ലോക മനുഷ്യനായിട്ടല്ല ജീവിക്കേണ്ടത്. അകത്തെ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതെ ദൈവരാജ്യത്തിൻ്റെ നല്ല പങ്കും ഓഹരിയും അനുഭവിക്കുന്നതായ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാനും, ആര് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചുവോ അവരുടെ അടുക്കലേക്ക് ധൈര്യപൂർവ്വം കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ളതായ പ്രാഗൽഭ്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ലോകത്തോട് എനിക്ക് പറയാനുള്ളത്, ഭൗതികത്തിന് വേണ്ടിയല്ല നമ്മൾ ഓടേണ്ടത്. തിരുവചനത്തിൽ മത്തായി സുവിശേഷം 6-33 വാക്യത്തിൽ പ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ മേൽ എന്തെല്ലാം നേടിയാലും അതൊന്നും അവനെ അനുധാവനം ചെയ്യുകയില്ല. 33 പറയുന്നത്, മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലവും നിനക്ക് തരും. നിനക്ക് വീണ്ടും തരാൻ എൻ്റെ ദൈവം മതിയായവനാ. ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ വിധത്തിൽ മുൻപോട്ട് ജീവിച്ചാൽ നിനക്ക് വീണ്ടും തരാൻ ദൈവം മതിയായവനാ. എൻ്റെ ജീവിതത്തിൽ ഏറിയ അനുഭവങ്ങളുണ്ട്. ഞാൻ ലോകത്തിന് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല, ലോകത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല. ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്ന കർത്താവ് 24 മണിക്കൂറും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്നും നേടുവാനുള്ള സമയമല്ലിത്, നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള നേരമാണ് എന്നങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് മുന്നേറുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ലൗകികമായ ഒരു കാര്യത്തിനും ഇതുവരെയും മുട്ട് വന്നിട്ടില്ല. ആവശ്യമുള്ള സമയത്തൊക്കെ ദൈവം സ്വർഗത്തിൽ കിളിവാതിൽ തുറന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. 2008 ശരീരത്തിൽ നിന്ന് 40 കിലോ നഷ്ടപ്പെട്ട് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ശരീരത്തിൻ്റെ മസിൽസിൻ്റെ ബന്ധം വിട്ട് മാംസ ശരീരത്തിൽ നഷ്ടപ്പെട്ട് അങ്ങനെ 40 കിലോ നഷ്ടപ്പെട്ടതായ ഒരു അസ്ഥികൂടമായിട്ട് തീർന്ന വ്യക്തിയാണ് ഞാൻ മരണത്തിലേക്ക് തന്നെ പോകുവാൻ തൊക്കെ ആഗ്രഹിച്ചു. ഞാൻ കിടക്കുമ്പോൾ പറയും, കർത്താവേ ഞാനിതാ ഉറങ്ങാൻ പോവുകയാണ്. രാവിലെ ഉണരുമ്പോൾ എനിക്ക് നിശ്ചയമില്ല, ഉണരുന്നത് ഒരു പക്ഷെങ്കിൽ നിൻ്റെ അടുക്കലായി ആകുവാൻ തക്കവണ്ണം ആയിരിക്കാം എൻ്റെ ജീവിതം കടന്നു പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ സന്നിധിയിൽ പ്രമോദം സന്തോഷം അനുഭവിപ്പാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ് മരണത്തെ കാത്തുകൊണ്ട് കടന്ന കാലഘട്ടമാണ് 2008 സെപ്റ്റംബർ മുതലുള്ളതായ കാലഘട്ടങ്ങൾ. എന്നാൽ ഞാൻ എപ്പോഴും മരണത്തിന് മുമ്പിൽ കണ്ടുകൊണ്ട് മരിക്കുമ്പോൾ അങ്ങനെ കിടക്കണമെന്നുള്ളതായ ആ കാഴ്ചപ്പാടോടുകൂടി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കാല് ചേർത്ത് വെക്കുമായിരുന്നു, കൈ നെഞ്ചോട് ചേർത്ത് വെക്കുമായിരുന്നു, കണ്ണ് നല്ലപോലെ അടയ്ക്കുമായിരുന്നു. കാരണം എൻ്റെ ആത്മാവ് ശരീരത്തിൽ നഷ്ടപ്പെട്ടാൽ ആരും എൻ്റെ ശരീരത്തെ പിടിച്ച് നേരെയാക്കി ഒരുക്കാനുള്ളടയാകാതെ സ്വയം ഒരുങ്ങി കിടക്കുന്ന ഒരു അനുഭവമായിരുന്നു.
എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഒരു ദൈവദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആഗ്രഹിച്ച് കിടക്കുകയല്ല, മരണമാണ് ഈ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ള ബോധ്യമാണ് എന്നെ ഭരിക്കുന്നത്. കാരണം നടക്കാൻ കഴിയാത്ത ഞാൻ ഇനി എനിക്ക് തോന്നുന്നില്ല. 40 നഷ്ടപ്പെട്ടോ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ബലങ്ങളും നഷ്ടപ്പെട്ട ഞാൻ തീർച്ചയായിട്ടും ഇനി മടങ്ങി വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെയെങ്കിൽ പ്രത്യാശയോടെ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു പോകാനുള്ള ഒരുക്കമാണ് എൻ്റെ മുമ്പിലുള്ളത്. എന്നാൽ ദൈവദാസൻ പറഞ്ഞു, പെട്ടിയിലാണ് അച്ഛൻ കിടക്കുന്നതെങ്കിലും കാലിൻ്റെ മുട്ടിൻ്റെ താഴ്വശം പെട്ടിക്ക് പുറത്താണ്, ഷോളറിൻ്റെ മോൾ ഭാഗം പെട്ടിക്ക് പുറത്താണ്. അച്ഛൻ ഉടനെ മരിക്കില്ല, അച്ഛൻ്റെ യാത്രയുണ്ട്, അച്ഛൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. എങ്ങനെയാണെങ്കിൽ ഞാൻ ആ ദിവസത്തിനാൾ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാവേ, അതാ നിൻ്റെ ഇഷ്ടമെങ്കിൽ ഇനി ഞാൻ വീണ്ടും സമർപ്പിക്കുക, നിൻ്റെ ഹിതമെന്തോ അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ 2.5 വർഷക്കാലം ലോകത്തോട്ടിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ബലമില്ലാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ വിശ്രമിച്ചവനാണ്. 2.5 വർഷം കഴിഞ്ഞാണ് 2010 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളായപ്പോഴാണ് ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാനും ആദ്യമായി ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോയത് കൂത്താട്ടോളം സ്ഥലത്താണ്. കോട്ടയത്ത് നിന്ന് അന്ന് ബസ്സിനാണ് കടന്നു പോയത്. ഇവിടെ നിന്ന് തിരുക്കുറ്റൂന്ന് ബസ് കയറി, കോട്ടയത്ത് നിന്നിറങ്ങി കോട്ടയത്ത് നിന്ന് ബസ് കയറി. പിന്നെ മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ ഉള്ളം തുടിക്കുകയായിരുന്നു. ഞാൻ വണ്ടിയിൽ ഒത്തിരി സ്തോത്രം ചെയ്തു, കർത്താവേ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്തിലേക്ക് ബസ്സിൽ അയക്കുവാനും തിരുമനസ്സായല്ലോ എന്ന് പറഞ്ഞ് ഉള്ള സന്തോഷിച്ച് കടന്നുപോയി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് ഒരിക്കൽ പോലും ഞാൻ മറക്കുകയില്ല. എന്നാൽ 2 വർഷക്കാലം ശുശ്രൂഷ പുറത്തു പോകാൻ കഴിയാതെ കടന്നെങ്കിലും ദേശത്തൊക്കെ അന്ന് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആൾക്കാർ കാറ് കൊണ്ടുവരും, കാറെ കയറ്റും, കൊണ്ടുപോയി പിടിച്ച് പുറത്തിറക്കും, ഇരുന്നൊക്കെ ശുശ്രൂഷിക്കുമായിരുന്നു. എന്നാൽ തന്നെ പരാശ്രയമില്ലാതെ കടന്നുപോയത് 2008 ശേഷം 2.5 വർഷം കഴിഞ്ഞ് 2010 പകുതി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് എന്നെ തൊട്ട് ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഒരു സൗഖ്യം കൊടുത്ത് അന്ന് 10 വർഷം കൂടെ ഇസ്കിയ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് നീട്ടിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് ഞാൻ അങ്ങോട്ട് വരികയാണ്. ഞാൻ അവിടെ എനിക്ക് ഇതിൻ്റെ മുഖം കാണാൻ ആഗ്രഹമുണ്ട്. അന്ന് എനിക്കൊരാളുടെ സന്തോഷമുള്ളത് 33.5 വർഷം എൻ്റെ കർത്താവിന് വേണ്ടി ഈ വിശുദ്ധ വേദപുസ്തകം കൈ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പം എൻ്റെ കർത്താവ് 33-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശുശ്രൂഷ 33.5 വർഷം കൊണ്ട് തീർന്നു. വയസ്സല്ല, 21-ാമത്തെ വയസ്സ് സമർപ്പിക്കപ്പെട്ട ഈ വേദപുസ്തകം കരങ്ങളിലെടുത്തതാണ്. അപ്പോൾ 33.5 വർഷമായപ്പോൾ എൻ്റെ ശുശ്രൂഷ തീർന്നു. ഒരു നല്ല സുവർണ്ണ കാലഘട്ടമാണല്ലോ എന്നാഗ്രഹിച്ച് കിടന്നാൽ ദൈവം അവിടെ എന്നെ നിർത്തുകയായിരുന്നല്ല, എന്നെ പിന്നെയും മാൻപയുടെ കാലുകൾക്ക് ബലമുള്ള കാലുകൾ തന്ന് അനേകിടങ്ങൾ ഓടിക്കും. അതിനുശേഷമാണ് UK-യിലും ഗൾഫ് രാജ്യങ്ങളൊക്കെ കടന്നുപോയി. ഈ ദൈവം വലിയവനാണ്, രക്ഷിച്ച ദൈവമാണെന്ന് പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് മിഷഫീൽഡിൽ കടന്നുപോയി വളരെ സ്നാനപ്പെടുത്തുവാനിടയായത്. അതിനുശേഷമാണ് മിഷഫീൽഡിൽ അധികം ആഴമായി പോയി നല്ല ശുശ്രൂഷ ചെയ്യുവാൻ തൊക്കെയാണ് ദൈവം ഇടയാക്കിയത്. കഴിഞ്ഞ വർഷവും ചില ഫീൽഡുകൾ കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി. ഈ വർഷം ജൂണിൽ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചു. എങ്കിലും ഭവനത്തിൽ ചില സാഹചര്യങ്ങൾ അനുകൂലം കുഞ്ഞുങ്ങളുടേതാകുന്ന ഡെലിവറി സംബന്ധിച്ച വിഷയങ്ങൾ കടന്നു വന്നതുകൊണ്ട് പോകാൻ തൊക്കെ കഴിഞ്ഞില്ല. ദൈവം പിന്നെയും അവസരം തരട്ടെ. അനേകടകൾ കടന്നുപോയി ഈ വലിയവനായ ദൈവത്തെക്കുറിച്ച് പറയാൻ, രക്ഷിതാവാണെന്ന് പറയാൻ, രക്ഷിക്കുന്നവനാണെന്ന് പറയാനുള്ള ആഗ്രഹമാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത്. അതിലൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിച്ചെങ്കിലേ വാതിൽ തുറക്കപ്പെടുത്തുള്ളൂ. എന്നൊരു ഞാനൊരു മിഷണറി ഇന്ന് തെലങ്കാനയുടെ പ്രദേശത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ച് നിയോഗിച്ച് അവിടെ സെൻറ്റ് പോൾസ് മിഷനുമായി ബന്ധപ്പെട്ട് അടിമാലിക്കാരനൊരു ബിനീഷ് പ്രവർത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ കീഴിലുള്ള സഹോദരിയാക്കിയിരിക്കുക. ഒരു സ്വതന്ത്രമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനൊരു ഭാഗ്യം കർത്താവിനേക്ക് തന്നു. പല മിഷൻ ഫീൽഡുകളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല മിഷൻ ഫീൽഡുകളിലും മിഷൻ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളതായ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമാണ് ഉള്ളിലുള്ളത്. അപ്പോൾ ആഗ്രഹങ്ങൾ പൂവണിയണമെങ്കിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടായില്ല, പ്രാർത്ഥന ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയാണ് ശുശ്രൂഷയ്ക്ക് ശക്തം. പ്രയർ ഈസ് ദ പവർ. പ്രാർത്ഥനയുണ്ടെങ്കിൽ ജീവിതം വിടുവിക്കപ്പെടും, ശുശ്രൂഷ വിശാലമാകും. എബേസിൻ്റെ അതിരുകളെ വിശാലമാക്കിയ ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കുവാൻ മതിയാകും. അതുകൊണ്ട് ലോകത്തോട് എനിക്ക് പറയാനുള്ളത് അതാ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കണം, ക്രിസ്തുവിന് വേണ്ടി ഓടണം. നിനക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല. ഞാൻ രോഗിയെ കടന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങളാരും വിവാഹിതരായിട്ടില്ല. പലതിനോട് ചോദിച്ചാൽ പോകാതെ നീ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യമായിരുന്നു നോക്കി. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് നോക്കിക്കോളും. ഞാനൊരു കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നില്ല. എൻ്റെ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അവരുടെ കാര്യം ഞാനുള്ളതിനേക്കാൾ ഉപരിയായി ശ്രേഷ്ഠമായ ദൈവം നോക്കാൻ മതിയായവനാണ് എന്നുള്ള ഉറപ്പായിരുന്നു ജീവിതത്തിലുണ്ട്. കാരണം ഈ വചനമാണ്, മുന്നമേ ഒരു രാജ്യനീതി അന്വേഷിപ്പീൻ. ആ വചനം എൻ്റെ ജീവിതത്തിൽ ഇന്നും ശക്തീകരിക്കുന്നു. അതുകൊണ്ട്
ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവിന് വേണ്ടി ഓടുക. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് എന്തെങ്കിലും കർത്താവ് തരുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയണം. അതാണ് ലോകത്തോട് എനിക്ക് ഓർപ്പിക്കാനുള്ളതായ ഒരു സന്ദേശം. എന്തായാലും അച്ഛൻ ഇത്രയും സമയം അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛനൊരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനം. വലിയവനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ പ്രിയപ്പെട്ട സാജുവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകമായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതിനോട് ബന്ധപ്പെട്ട് കർത്താവെ, നിന്റെ മകൻ റെക്കോർഡ് ചെയ്യുന്നതായ ആ പ്രോഗ്രാം ഇന്ന് പകരക്കാലം ഒന്നിച്ചായിരിക്കാൻ, അതേമാതിരി നിന്റെ മകനെ കാണുവാനും സംസാരിപ്പാനും ഒന്നിച്ച പ്രകാരം താവെ ഒരു ചാനലിനോട് ബന്ധപ്പെട്ട് മുഖാമുഖം സംസാരിപ്പാനും ഇടയാക്കുവാൻ കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു. കർത്താവ് ചില ജീവിതങ്ങൾക്ക് വിടുതലായി മാറണം. ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറണം, ജീവിതങ്ങൾക്ക് ശക്തിയായി മാറണം, ചില ജീവിതങ്ങൾക്ക് നന്മയായി മാറണം. അതിനുള്ള കൃപ താവെ ശുശ്രൂഷ മുഖാന്തരമായി ഇത് കേൾക്കുന്നവരുടെ കാതുകളിൽ നീ പ്രവർത്തിക്കണമേ. വെള്ളത്തിന്മേൽ പരിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ കൂടി പ്രവർത്തിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. മകൻ്റെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണം, യാത്ര അനുഗ്രഹിക്കണം, ഇതുപോലെ റെക്കോർഡ് ചെയ്യുന്ന മേഖലകളൊക്കെ വിശാലമായി അനുഗ്രഹിക്കപ്പെടണം. എല്ലാം നമ്മൾ നിറയ്ക്കണം. നിൻ്റെ മകൻ്റെ അവിടുത്തെ ശുശ്രൂഷ വർണ്ണാസിലെ ശുശ്രൂഷ മേഖലകളെ ഏൽപ്പിക്കുന്നു, സ്കൂളെ ഏൽപ്പിക്കുന്നു. എല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ കർത്താവ് സഹായിക്കും. ബാബുസാറിനായി പ്രാർത്ഥിക്കുന്നു. ലഭിച്ച ആത്മബന്ധങ്ങൾക്കായി സ്തോത്രം. മകനെയും ശക്തമായ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക. വിട്ടുവെച്ച് അനുഗ്രഹിച്ചാട്ടെ. മൗത്ത് അവിടുത്തേക്ക് പൂഴ്ച അവിടുത്തേക്ക് വരുവേണ്ടി ഒരുക്കിയാട്ടെ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.